താടകാവധത്തിനു ശേഷം വിശ്വാമിത്രൻ നടത്തിയ യാഗം വിഘ്നപ്പെടുത്തുന്നതിന് സുബാഹു മുതലായ രാക്ഷസന്മാർ അണിനിരന്നു. സുബാഹു എന്ന രാക്ഷസനെ രാമൻ വധിച്ചു. മാരീചൻ ഭയന്നോടി സമുദ്രത്തിൽ ഒളിച്ചു. ശേഷം രാക്ഷസന്മാരെയെല്ലാം ലക്ഷ്മണൻ ഓടിച്ചുവിട്ടു. ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ സ്വയംവരം നടക്കുന്ന വിവരമറിഞ്ഞ് വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പുറപ്പെട്ടു. കാടുകളും മേടുകളും കടന്ന് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുനി അവരോട് പാലാഴി മഥനം, ഗംഗാവതരണം മുതലായ പല കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. ഗംഗയിൽ സ്നാനം ചെയ്ത ശേഷം കുറേ ദൂരം ചെന്നപ്പോൾ ശൂന്യമായി കിടക്കുന്ന ഗൗതമാശ്രമം അവർ കണ്ടു. അവിടെ ഗൗതമൻ എന്ന മുനി സതീരത്നവും ധർമ്മപത്നിയുമായ അഹല്യയോടും സർവശാസ്ത്രജ്ഞനും സ്വപുത്രനുമായ ശശാനന്ദനോടും കൂടി പാർത്തിരുന്ന സ്ഥലമായിരുന്നു. അഹല്യയുടെ അഴക് കണ്ട് മതിമറന്ന ഇന്ദ്രൻ അർദ്ധരാത്രിയിൽ ഒരു കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി ഗൗതമനെ സ്നാനത്തിന് അയച്ച ശേഷം മുനിരൂപം ധരിച്ച് ആശ്രമത്തിനകത്ത് കടന്നു. വിവരമറിഞ്ഞ ഗൗതമൻ അഹല്യയെ ശപിച്ച് കല്ലാക്കി മാറ്റുന്നു. ത്രേതായുഗത്തിൽ അവതരിക്കുന്ന ശ്രീരാമൻ്റെ പാദസ്പർശം കൊണ്ട് അവൾക്ക് പൂർവ്വരൂപം ലഭിക്കുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. ശ്രീരാമൻ ഈ കഥ മനസ്സിലാക്കിയ ശേഷം ശിലയിൽ പാദം വെച്ചയുടനെ അഹല്യ ശിലാരൂപം വെടിഞ്ഞ് പൂർവ്വരൂപം പ്രാപിച്ചു. പെട്ടെന്ന് ഗൗതമ മഹർഷിയും ശതാനന്ദനും അവിടെ വന്നു ചേർന്നു. അഹല്യ ദേവിയായി ആകാശത്തിലേക്ക് ഉയർന്നു.